ഹലോ. അപ്പം ഞാനിന്ന് എൻ്റെ ഉണ്ണിയാലി വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീട്. അപ്പം ഇന്ന് എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും ഒന്നുമില്ല, അവരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ആങ്ങളമാരൊക്കെയാണ് അവിടെ ഉള്ളത്, അവരും ഭാര്യമാരൊക്കെ. അപ്പം മൂത്ത ആൾ വേറെ വീട്ടിലാണ്. ഇപ്പം ഈ വീട്ടിൽ 3 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ബീച്ചിലേക്കാണ് പോണത്. അപ്പം ബീച്ചിൽ വെച്ചിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബീച്ചിലേക്ക് ഞങ്ങൾ രണ്ട് ആൾക്കാർ നാത്തുമാരേ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഉള്ള ഒരാൾ പിന്നെ ബീച്ചിലേക്കൊന്നും വരുന്നില്ല, ആൾ വീട്ടിലിരുന്ന് നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ വേണ്ടി കടപ്പുറത്തെത്തി. അപ്പോൾ ഇപ്പം നല്ല രസമാണല്ലോ കടപ്പുറത്തൊക്കെ നോമ്പ് തുറക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ നാട്ടിലുള്ളവരും പല നാട്ടിലുള്ളവരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. അപ്പം ഞങ്ങളും അതുപോലെ ഒന്ന് പോയി. ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന്, അവിടുത്തെ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്നും ഞങ്ങൾ പോയിരുന്നു നോമ്പ് തുറക്കാനായിട്ട് ബീച്ചിലേക്ക്. അങ്ങനെ അവിടെ പോയി കുട്ടികൾ കുറേ കടലിലൊക്കെ കളിച്ചു. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നു, അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ നാത്തൂന് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അതിനായിട്ടുള്ള ചില ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഉണ്ണിയപ്പം പല തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രദറിന് കൊണ്ടുപോകാനായിട്ട് മാങ്ങ ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്, അട പൊരിച്ചതുണ്ട്, അട പുഴുങ്ങിയതുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ വേറൊരു ബ്രദറാണ് ഈ പെട്ടിയൊക്കെ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആൾ സെറ്റാക്കി കൊടുക്കുകയാണ്. താനിഷ് അതക്കുട്ടി ഹിബിൻ ഇതിൽ വേറൊരു സർപ്രൈസും കൂടി കേട്ടോ. എൻ്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ്. അപ്പം ആൾക്ക് ഞങ്ങൾ ഒന്നും ചോദിച്ചപ്പം ഒന്നും എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീട്ടിലുള്ള മരത്തിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മാങ്ങയൊക്കെ നാട്ടിലും ഉള്ള നമ്മളെ വീട്ടിലുള്ള മാങ്ങയൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വാപ്പച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം, മാങ്ങ കൊടുത്തിട്ടിട്ടാ. വലിയ സർപ്രൈസ് ഒന്നുമല്ല, എന്നാലും മാങ്ങ കൊടുത്താൽ ആൾക്ക് നല്ല സന്തോഷം തന്നെയാണ് നമ്മൾ കൊടുത്തല്ലോ എന്നുള്ള. അപ്പം ഞങ്ങളത് ആളറിയാതെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഇവർക്കും കുറച്ച് ഞങ്ങൾ മാങ്ങ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബീഫുണ്ട്, ചിക്കനുണ്ട്, ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചു, നോമ്പ് തുറന്നു. പിന്നെ ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നോമ്പ് തുറക്കുന്നത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. പിന്നെ രാത്രിയായപ്പം ഇവള് പറഞ്ഞു എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, ഡ്രസ്സൊക്കെ കുറച്ചും കൂടി എടുക്കാനുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി പോയി ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് അവൾക്കുള്ള ഡ്രസ്സും കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ 2-3-4 കടകളിലായിട്ടൊക്കെ പോയി. അങ്ങനെ നല്ല നേരം വൈകിയിരുന്നു. നല്ല രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരം വെളുത്തു, പെട്ടിമ പേരൊക്കെ എഴുതണം, അതൊക്കെ എഴുതി അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലുള്ള താത്തമാരൊക്കെ വന്നിരുന്നു. പിന്നെ ഞങ്ങളും അതുപോലെ എല്ലാവരും കൂടി അവരെ ആക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ചെറിയ ഐഷു ഉണ്ട് കേട്ടോ. ഐഷുവിന് നല്ല ഹാപ്പിയാണ്. എന്താണെന്നൊന്നും അറിയില്ല, ആൾ എവിടേക്കാണ് പോണത് അതൊന്നും ആൾക്കറിയില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ് ആക്കാൻ വേണ്ടിയിട്ട്. ഹിബിനും അതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ആരാണോ എയർപോർട്ടിൽ പോണത് അവരെ കൂടെയൊക്കെ നമ്മളെ വീട്ടിലുള്ള പിന്നെ വാപ്പച്ചി വരുമ്പോൾ വിളിക്കാനായിട്ടും ഇതൊക്കെ ഇവർക്ക് നല്ല ഹരമുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ 3 മണിക്കൂർ മുന്നേ അവിടെ എത്തണമല്ലോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അവരൊരു പ്രാവശ്യം പോയതുകൊണ്ട് ഇവർക്ക് വലിയ പേടിയൊന്നുമില്ല. 2ാമത്തെ പ്രാവശ്യമാണ് ഇവർ ദുബായിലേക്ക് പോണത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോണത്. ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഇവരെ കാര്യങ്ങളും ഒക്കെ ലഗേജും കാര്യങ്ങളൊക്കെ ഒരു ചേച്ചി വന്നിരുന്നു, അത് ഞങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ആളെ ഏറ്റെടുത്തു. അങ്ങനെ ഇവരിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം പോകുമ്പോൾ എല്ലാവരും ഐഷുവിനൊക്കെ ഉമ്മ വെക്കലും ടാറ്റ പറയലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. ഐഷുവിന് നല്ല ഹാപ്പിയാണ്. അവൾക്കൊന്നും അറിയില്ല, അവൾ എവിടേക്കോ പോവുകയാണെന്ന് മാത്രം അവൾക്കറിയാം. അപ്പോൾ ടാറ്റൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് മതിയാവുന്നില്ല. അങ്ങനെ അവർ ടാറ്റൊക്കെ തന്നു. അവർ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ
അവരതിൻ്റെ ഉള്ളിലേക്ക് പോയി എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.